അഡ്വക്കേറ്റ് ജിസ്മോളുടെ മരണവുമായി ബന്ധപ്പെട്ട് നിജസ്ഥിതി അറിയുന്നതിന് വേണ്ടി നമ്മൾ ഒത്തുചേർന്നിരിക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഈ പ്രദേശത്തെ ഒരു വാർഡ് മെമ്പർ എന്നുള്ള നിലയിലും പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള നിലയിലും സ്തുത്യർഹമായ സേവനം അനുഷ്ഠിക്കുകയും അതുപോലെ തന്നെ വളരെ കാര്യപ്രാപ്തിയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്ത ഒരു അഡ്വക്കേറ്റ് എന്നുള്ള നിലയിലും നല്ല ഒരു പെർഫോമൻസ് ഉള്ള ഒരാൾ ഒരു ആത്മഹത്യക്ക് ശ്രമിച്ചു എന്ന് പറയുമ്പോൾ അതിൻ്റെ മാനസികാവസ്ഥ എത്രമാത്രം ഭീകരമായിട്ട് അതിൻ്റെ കുടുംബത്തിൽ സംഭവിച്ചു എന്നുള്ളത് അറിയുന്നതിനുള്ള ആഗ്രഹത്തിന് വേണ്ടിയാണ്. അതല്ല ഇവിടുത്തെ സംഭവിച്ചിരിക്കുന്നത്, അതല്ല വിവാഹം എന്ന കച്ചവടത്തിലൂടെ കൊലക്കളമാക്കി മാറ്റുക ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനി ഉണ്ടാവാൻ പാടില്ല. ഇത് കേരളത്തിൽ ഒരുങ്ങിത്തീരുന്ന ഓരോ കുടുംബത്തിലെയും സ്ത്രീകളുടെയും കുഞ്ഞുങ്ങളുടെയും തിരിയാണ്. നല്ല ഒരു പെർഫോമൻസ് ഉള്ള ഒരാൾ ഒരു ആത്മഹത്യക്ക് ശ്രമിച്ചു എന്ന് പറയുമ്പോൾ അതിൻ്റെ മാനസികാവസ്ഥ എത്രമാത്രം ഭീകരമായിട്ട് അതിൻ്റെ കുടുംബത്തിൽ സംഭവിച്ചു എന്നുള്ളത് അറിയുന്നതിനുള്ളൊരു ആഗ്രഹത്തിന് വേണ്ടിയാണ് നാം ഇന്നിവിടെ ഒത്തുചേർന്നിരിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി കഴിഞ്ഞ ദിവസം കൂടിയ കൗൺസിൽ യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം ദ്രുതഗതിയിലാക്കണമെന്നും കുറ്റക്കാരെ എത്രയും പെട്ടെന്ന് കണ്ടെത്തണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രമേയം പാസ്സാക്കി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും DGPക്കും അതുപോലെ തന്നെ SP-ക്കും ഒക്കെ അയക്കുന്നതിനുള്ള അല്ലെങ്കിൽ എത്തിക്കുന്നതിനുള്ള നടപടി കമ്മിറ്റി തീരുമാനം ഐകണ്ഠ്യേന കൈക്കൊണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ മരണവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും ഭരണസമിതിയുടെ ആത്മാർത്ഥമായ പിന്തുണയും ഞങ്ങൾ നൽകുന്നുണ്ട്. അത് കമ്മിറ്റിയിൽ തീരുമാനം എടുത്തിട്ടുണ്ട് എന്നുള്ള വിവരവും ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. തീർച്ചയായിട്ടും കുടുംബാംഗങ്ങളോടൊപ്പം ഇവിടെ കൂടിയിരിക്കുന്ന ആളുകളോടൊപ്പം ജിസ്മോൾക്കും അവരുടെ കുഞ്ഞുങ്ങൾക്കുണ്ടായ യോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് നടത്തുന്നു. സഹകരണ ബാങ്കിൻ്റെ പ്രസിഡന്റ് ശ്രീ ടോബിൻ കെ വാക്സിനേഷൻ. നമ്മളെല്ലാം വളരെ ദുഃഖത്തോടു കൂടിയാണ് ഇവിടെ ആയിരിക്കുക. കാരണം നമ്മുടെ ഈ പ്രദേശത്ത് ഓടിക്കളിച്ച് വളർന്ന നമ്മുടെ എല്ലാം പ്രിയങ്കരിയായിരുന്ന ജിസ്മോളുടെ വിയോഗം അത് ഈ നാടിനെ ഒന്നാകെ ദുഃഖത്തിലാഴ്ത്തി എന്നത് ഇവിടെ കൂടിയിരിക്കുന്ന ഈ ജനസഞ്ചയം അതിനുള്ള ഒരു തെളിവാണ്. തീർച്ചയായിട്ടും ഇവിടെ ഈ പ്രദേശത്ത് നമ്മുടെ ഒരു ജനപ്രതിനിധിയായി അതുപോലെ തന്നെ പ്രിയപ്പെട്ട തോമസ് ചേട്ടനെ സംബന്ധിച്ച് സ്വന്തം മകളെ നഷ്ടപ്പെടുമ്പോൾ അല്ലെങ്കിൽ സഹോദരനെ സംബന്ധിച്ച് സഹോദരിയെ നഷ്ടപ്പെടുമ്പോഴുള്ള ആ ദുഃഖം ഈ നാട് ഒന്നാകെ ഏറ്റെടുത്തിരിക്കുന്നു എന്നത് തീർച്ചയായും ഇതിൻ്റെ പിന്നിലുള്ള കുറ്റവാളികളായ ആളുകളെ അല്ലെങ്കിൽ ഈ മരണത്തിലേക്ക് കാരണഭൂതരായ ആളുകളെ അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം എന്നതിൽ സംശയമില്ല. തീർച്ചയായിട്ടും നമുക്ക് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ജിസ്മോളുടെ മരണത്തിന് ഉത്തരവാദികളായിട്ടുള്ള മുഴുവൻ ആളുകളെയും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുവാനും അവർക്ക് നിയമം അനുശാസിക്കുന്ന പരമാവധി ശിക്ഷ അവർക്ക് വാങ്ങിക്കൊടുക്കുവാനും നമുക്ക് ഒറ്റക്കെട്ടായിട്ട് മുന്നേറേണ്ടതായിട്ടുണ്ട്. നമ്മുടെ തോമസ് ചേട്ടനോടും അതുപോലെ തന്നെ കുടുംബാംഗങ്ങളോടും ഉള്ള ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാനും നമുക്ക് ഈ വിഷയത്തിനെ സംബന്ധിച്ച് പ്രിയപ്പെട്ട ഇവിടെ സംസാരിച്ച ആളുകൾ സവിസ്തരം സൂചിപ്പിച്ച് ഞാൻ ഒരു ആവർത്തന വിരസതയിലേക്ക് പോകുന്നില്ല. ഇവിടെ ഒരു അഭിഭാഷക എന്ന നിലയിൽ പാലായിലും എറണാകുളത്തുമൊക്കെ പേരെടുത്ത് നല്ല സീനിയർ വക്കീലന്മാരോട് ചേർന്ന് നല്ല രീതിയിൽ കേസുകൾ നടത്തിക്കൊണ്ടിരുന്ന ഒരു അഭിഭാഷക, അതുപോലെ തന്നെ ഒരു ഗ്രാമപഞ്ചായത്തിന്റെ പ്രഥമ പൗര, പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ചെറുപ്രായത്തിൽ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിത്വം, ആ നിലയിലൊക്കെ തീർച്ചയായിട്ടും നല്ല ഒരു കുശാഗ്ര ബുദ്ധിയും അതുപോലെ തന്നെ ധാർമ്മികതയും ഒക്കെ ചേർന്നുകൊണ്ട് ശക്തമായ നിലപാടുകളുള്ള പ്രിയപ്പെട്ട ജിസ്മോള് സ്വയമേ ആത്മഹത്യ ചെയ്യും അല്ലെങ്കിൽ ജീവൻ അവസാനിപ്പിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ആ നിലയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ മരണത്തിന് പിന്നിൽ ഉള്ള ദുരൂഹതകളുണ്ട്. ആ ദുരൂഹതകൾക്ക് പിന്നിൽ സംശയിക്കേണ്ട കാര്യമില്ല, ഭർത്തൃ വീട്ടിലെ അംഗങ്ങളാണ് എന്നതിൽ സംശയിക്കേണ്ടതില്ല. അപ്പോൾ ആ നിലയിലേക്ക് നമ്മുടെ അന്വേഷണം കാര്യക്ഷമമായിട്ട് മുന്നോട്ട് പോകണം. കുറ്റവാളികളായിട്ടുള്ള ആളുകൾ അവരെ ഒരിക്കലും രക്ഷപ്പെടുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവാത്ത വിധത്തിൽ ശക്തമായ അന്വേഷണം മുന്നോട്ട് പോകണം. നമുക്ക് ഇവിടെ കുടുംബാംഗങ്ങളും
അതുപോലെ തന്നെ നാട്ടുകാരുടെയും ഒക്കെ മുമ്പിലുള്ള സംശയങ്ങൾ, കഴിഞ്ഞ ഒരാഴ്ചക്കാലം ഉണ്ടായ വീഴ്ചകൾ, ബഹുമാനായ മുഖ്യമന്ത്രിക്ക് നിവേദനം കൊടുത്ത ഉടൻ തന്നെ അവരെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യമുണ്ടായി. എന്തുകൊണ്ട് അത് ഇതുവരെ വൈകി എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കൃത്യമായി അതൊക്കെ പുറത്ത് കൊണ്ടുവരിക തന്നെ ചെയ്യണം എന്നുള്ളതാണ് ഇവിടെ നമുക്ക് പൊതുവായ ആവശ്യം. എന്താണെങ്കിലും ഇവിടെ ഈ സമരവുമായി ബന്ധപ്പെട്ട പ്രിയപ്പെട്ട സ്വന്തം മകളുടെ വിയോഗത്തിൽ വിഷമിക്കുന്ന ജിസ്മോളുടെ പിതാവിനോടും കുടുംബാംഗങ്ങളോടും അനുശോചനവും അതുപോലെ തന്നെ അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു. നമുക്ക് ശക്തമായി ഈ നമ്മുടെ നിയമത്തിന് മുമ്പിൽ നീതി ലഭിക്കുന്നത് വരെ നമ്മുടെ പ്രിയപ്പെട്ട 2 മാലാഖ കുഞ്ഞുങ്ങൾ അവരുടെ മുഖം നമ്മുടെ മനസ്സുകളിൽ നിന്ന് മായുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അത്തരണത്തിൽ നമുക്ക് ഈ 3 പേരുടെയും ആത്മാക്കൾക്ക് നിത്യശാന്തി ലഭിക്കണമെങ്കിൽ ഈ കുറ്റവാളികളായ ആളുകളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുവാനും അവർക്ക് ശിക്ഷ നേടിക്കൊടുക്കുവാനും നമുക്ക് സാധിക്കണം. അതുവരെയുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും കേരള കോൺഗ്രസ് പാർട്ടിയുടെയും അതുപോലെ വ്യക്തിപരമായും എല്ലാ പ്രവർത്തനങ്ങൾക്കുമുള്ള ആത്മാർത്ഥമായ പിന്തുണ ഇവിടെ അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി. കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് ശ്രീ രാജു കോനാട്ട് അവർ ക്ഷണിക്കുന്നു. യോഗാധ്യക്ഷൻ മെമ്പർ ശ്രീ ശശികുമാർ, വേദിയിലിരിക്കുന്ന നേതാക്കന്മാരെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, ഞാനറിയുന്ന ജിസ്മോൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ ജിസ്മോളെ അറിയുന്ന ഭൂരിപക്ഷം പേരും ജിസ്മോൾ ആത്മഹത്യ ചെയ്യുമെന്ന് വിശ്വസിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ജിസ്മോളെ സംബന്ധിച്ചിടത്തോളം എന്തെല്ലാം പ്രശ്നങ്ങൾ ആ വീട്ടിലുണ്ടായിട്ടുണ്ടെന്ന് ഇപ്പോൾ പലതും പറയുന്നുണ്ട്. ഈ 11:30 മണിക്ക് ആറ്റിൽ ചാടിയെന്ന് പറയുന്നു. 1-1:30 കണ്ട് മൃതദേഹം കിട്ടി, പിള്ളേരുടെ മൃതദേഹം കിട്ടി. 2-3 മണിക്കൂർ കൊണ്ടൊരു വെള്ളത്തിൽ മുങ്ങിയ ആൾ പൊങ്ങി വരും, എനിക്കറിയത്തില്ല. മൃതദേഹം പൊങ്ങിക്കിടക്കുന്നു. ടീഷർട്ടും പാൻറ്റുമാണ് ഇട്ടിരിക്കുന്നത്. പക്ഷേ കാരിത്താസിൽ നിന്ന് പോകുമ്പം ടീഷർട്ടും പാൻസും ഇല്ല, വെറും ഒരു ഉറപ്പ് അങ്ങനെയുണ്ട്, ആശുപത്രി ഡ്രസ് മാത്രമേ ഉള്ളൂ. ഒരു പാത്രമല്ല ജിസ്മോളുടെ പുറത്ത് പുള്ളിയതായിട്ട് അറിയാൻ കഴിഞ്ഞു. ഇതൊക്കെ പിന്നെ ജിസ്മോള് ഈ കൈ മുറിച്ചിട്ടും പായങ്ങൾ തൂങ്ങിയൊക്കെ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചിട്ട് ഒരു 2.5 കിലോമീറ്ററോ 3 കിലോമീറ്ററോ 2 പിള്ളേരെയും വെച്ചുകൊണ്ട്, വിഷം കൊടുത്ത പിള്ളേരെയും വെച്ചുകൊണ്ട് സ്കൂട്ടറിൽ എങ്ങനെ പോകും? ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ? എൻ്റെ സംശയങ്ങളാണ്. പിന്നെ ഈ 10ഓളം ക്യാമറകളുണ്ടാവും വഴിക്ക്, അതിലൊന്നും ഈ ജിസ്മോള് പോകുന്നതായിട്ട് ഇല്ല എന്നാണ് പറയപ്പെടുന്നത്. ഇങ്ങനെയൊക്കെ ഒരാൾ ആത്മഹത്യ ചെയ്യാൻ സാധിക്കുമോ എനിക്കറിയത്തില്ല. അതൊക്കെ വിശദമായിട്ട് അന്വേഷണം നടത്തിയേ പറ്റുള്ളൂ. എന്നെ സംബന്ധിച്ച് ഞങ്ങൾ 21-ാം തീയതി ഒരു മണ്ഡലം കമ്മിറ്റി അടിയന്തര യോഗം ചേർന്ന് ഒരു അനുശോചനം രേഖപ്പെടുത്തും വിഷയം രേഖപ്പെടുത്തിയ പത്രം ന്യൂസ് കൊടുത്തായിരുന്നു. പക്ഷേ അത് പത്രത്തിൽ വന്നില്ല. പേടിക്കാട്ട് നടന്ന സംഭവം വന്നില്ല എന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ കണ്ട പത്രങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പോൾ എന്തൊക്കെയോ കാര്യങ്ങൾ അറിയാനുണ്ട്, നടക്കുന്നുണ്ട്. ഒരു വഴിപാടായിട്ട് ഒരു അറസ്റ്റ് നടന്നു, ചോദ്യം ചെയ്യലും അറസ്റ്റ് നടന്നു. എത്ര ദിവസത്തിന് കാണും, ബാക്കി കാര്യങ്ങൾ എങ്ങനെ നടക്കും എന്നുള്ളത് നമ്മൾ പ്രയത്നം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ജിസ്മോളിൻ്റെ മരണം എങ്ങനെയുള്ള മരണമാണെങ്കിൽ കുട്ടികളുടെ മരണം ശരിയായ രീതിയിൽ അന്വേഷിച്ചേ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ചിന്തിക്കണം. പഞ്ചായത്തിലെ രാഷ്ട്രീയ കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. അതെല്ലാവരും കൂടെ ഒരു രാഷ്ട്രീയത്തിന് അതീതമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ ഇങ്ങ് പോകട്ടെ. കോൺഗ്രസിൻ്റെ എല്ലാ സപ്പോർട്ടും ഇതിനായിട്ട് പിന്തുണ വാഗ്ദാനം ചെയ്തുകൊണ്ട് ജിസ്മോളുടെ കുട്ടികളുടെ ആത്മഹത്യ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.